ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ലിൻസി. സാങ്കല്പികമായൊരു പേരാണ്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഇനി PGക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എനിക്ക് ഒരു അനിയനുണ്ട്. അമ്മ വീട്ടമ്മയാണ്. എൻ്റെ അച്ഛൻ ഗൾഫിലാണ്. പുള്ളിക്കാരൻ 2 വർഷം കൂടിയിരിക്കുമ്പോഴാണ് വരുന്നത്. കൊറോണ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു, പിന്നെയും പോയി. പിന്നെ ഇപ്പോൾ വർഷാവർഷം വരും. അദ്ദേഹം ശരീര സൗന്ദര്യത്തിൽ ഒത്തിരി ശ്രദ്ധിക്കുന്ന കൂട്ടത്തിലാണ്. ഗൾഫിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ജിമ്മിലൊക്കെ പോയി സുന്ദരക്കുട്ടപ്പനായിട്ടാണ് നടക്കുന്നത്. കണ്ടാൽ എൻ്റെ ചേട്ടനാണെന്ന് പറയും. എൻ്റെ അമ്മയ്ക്ക് അതൊട്ടും ഇഷ്ടമല്ല. കാര്യം അമ്മയെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി പ്രായം തോന്നിക്കും. നിങ്ങൾ എന്തിനാണ് എന്നേക്കാൾ ചെറുപ്പമായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞ് 2 പേരും കൂടി ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കും. കഴിഞ്ഞ വർഷമായപ്പോഴേക്കും അച്ഛൻ ഗൾഫിലെ ബിസിനസ്സും മറ്റു കാര്യങ്ങളും ഒക്കെ വിട്ടിട്ട് ഇവിടെ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അതിൽ മെയിനായിട്ട് ഒരു ബിസിനസ് എന്ന് പറഞ്ഞപ്പോൾ ജിമ്മായിരുന്നു മാഡം. അപ്പോൾ എൻ്റെ അച്ഛനും പോകാൻ ദൂരത്തിലാണ് ഒരു ജിം അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത്. അവിടെ അത്യാധുനികമായ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നാട്ടിൽ ഫേമസ് ആയി. പുള്ളി കുറച്ചുകൂടിയൊക്കെ ബോഡി ഫിറ്റ് ചെയ്യാൻ തുടങ്ങി. അതമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. നിങ്ങൾ ചെറുപ്പക്കാരികളെ വശീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞായി വഴക്ക്. അപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, ഗൾഫിൽ ഇരുന്നപ്പോൾ നല്ല സമാധാനം ഉണ്ടായിരുന്നു, നാട്ടിൽ വന്ന് സെറ്റിലാകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വടയേഷി സമ്മതിക്കില്ല, ഇനിയും എനിക്ക് തിരിച്ച് ഗൾഫിൽ പോകേണ്ടി വരുമോ എന്നൊക്കെ പറഞ്ഞാണ് വഴക്ക്. 2 പേരും തമ്മിൽ പണ്ടേ അത്ര പൊരുത്തമൊന്നുമില്ല. പിന്നെ അച്ഛനുമായിട്ട് എനിക്കോ എൻ്റെ സഹോദരനോ അധികം അടുപ്പമൊന്നുമില്ല. പലപ്പോഴും സംസാരിച്ചാലായി ഞങ്ങളുടെ റൂമിൽ പോലും അച്ഛൻ വരികയില്ല. അവരുടെ ബെഡ്റൂം താഴെയാണ്, ഞങ്ങളുടെ 2 പേരുടെയും ബെഡ്റൂം മുകളിലാണ്. അവിടെ വരികയോ ഞങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കുകയോ ഒന്നുമില്ല. എല്ലാ കമ്മ്യൂണിക്കേഷനും ഞാനും അമ്മയും തമ്മിലാണ്. അമ്മ അച്ഛനോട് പറയും. അപ്പോൾ അച്ഛൻ 2 പേരും കൂടെ തമ്മിൽ ഒരു വഴക്കുണ്ടാക്കി കഴിഞ്ഞ് അവസാനം ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരികയും ചെയ്യും. ഇങ്ങനെയാണ് ഒരു പാറ്റേൺ. എന്തായാലും എല്ലാവരും വെവ്വേറെ ലോകത്താണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിൽ അടിയും വഴക്കും ബഹളവും എൻ്റെ അമ്മ അച്ഛൻ ഇവർ തമ്മിൽ മാത്രമേ ഉള്ളൂ. ഞങ്ങളെല്ലാം സൈലൻ്റാണ്. എല്ലാവർക്കും അവരുടെ ലോകം. കഴിഞ്ഞ വർഷം അച്ഛൻ വന്നു കഴിഞ്ഞ ഉടനെ തന്നെ എൻ്റെ സഹോദരൻ വേറെ സംസ്ഥാനത്ത് പഠിക്കാൻ പോയി. അതോടുകൂടി ഞാൻ ഒറ്റപ്പെട്ടു. മുകളിലത്തെ നിരയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. താഴെ എന്ത് ബഹളം കേട്ടാലും ഞാൻ ഇടപെടില്ല, പക്ഷേ ഒളിഞ്ഞെന്ന് കേൾക്കും. ഒരു ദിവസം 2 പേരും കൂടെ മുടിഞ്ഞാടി. കാര്യം അവിടെ പെണ്ണുങ്ങൾക്കുള്ള സെഷൻ തുടങ്ങിയത്രേ. അവിടെ എൻ്റെ അച്ഛൻ ഒരു റീലിട്ടു. ഒരു പെൺകുട്ടിയെ 10-22 വയസ്സ് കാണും. അവളെ പരിശീലിപ്പിക്കുന്ന രീതിയിൽ പുറകിൽ നിന്ന് ഇങ്ങനെ കൈയൊക്കെ കോർത്ത് പിടിച്ച് എന്തോ എക്യുപ്മെൻ്റ് വെച്ച് എക്സസൈസ് ചെയ്യുന്ന രീതിയായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അമ്മ തുടങ്ങി അങ്ങേർക്ക്. വന്നപ്പോഴേ മകളുടെ പ്രായമുള്ള പിള്ളേരെയാണ് നോട്ടം. നിങ്ങൾ ഗൾഫിൽ നിന്ന് എന്താണ് പരിപാടി? അവിടെ വേറെ ഭാര്യയും മക്കളും ഉണ്ടെന്നാണ് പറയുന്നതെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞ് കണക്കായിപ്പോയി. ചോര നീരുമുള്ള ആരോഗ്യമുള്ള വൃത്തിയുള്ള സൗന്ദര്യമുള്ള ആണുങ്ങൾക്ക് അങ്ങനെ പല അവസരങ്ങളും ഓക്കും. അതിന് പകരം നീ തെരുവിലിറങ്ങി നിന്ന് കഴിഞ്ഞാൽ നിന്നെ ആരും ശ്രദ്ധിക്കില്ല. അപ്പോഴേക്കും അമ്മ പറഞ്ഞു, നോക്കിക്കോ, ഞാൻ ജിമ്മിൽ ചേർന്ന് സ്ലിമ്മായി ചെറുപ്പക്കാരുണ്ടോ നോക്കുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, അത് നല്ല കാര്യമാണ്, പക്ഷേ നിന്നെ കണ്ടു കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ പേടിച്ചോടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ വഴി വരില്ലെന്ന്. അപ്പം അമ്മ പറഞ്ഞു, വരുമോ വരില്ലയോ എന്ന് ഒന്ന് നോക്കാം നമുക്ക്. എൻ്റെ ഒരു ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ എത്ര പേരെ ലൈക്ക് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരു കൗതുകം കൊണ്ട് ലൈക്ക് ചെയ്തായിരിക്കുന്നു. കൗതുകം മറ്റു രീതിയിലാക്കി മാറ്റാൻ എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ മാത്രം ചമഞ്ഞ് നടന്നാൽ പോരാ എന്നൊക്കെ പറയുന്നു. അച്ഛൻ പറഞ്ഞു, നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നീ പോയിക്കോ, ആരും നിന്നെ പിടിച്ചു കിട്ടുന്നു, ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞാണ് വഴക്ക്. എന്തായാലും ഇവർ തമ്മിൽ മറ്റു കാര്യങ്ങളിൽ നല്ല കോർഡിനേഷൻ ഇല്ലെന്നും 2 പേർക്കും നല്ല നല്ല പ്രശ്നങ്ങളുണ്ടെന്നും എനിക്ക് പണ്ടേ മനസ്സിലായിട്ടുണ്ട്. എൻ്റെ വീട്ടിലെ സിറ്റുവേഷൻ കൊണ്ട് എനിക്ക് ചില ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. കാരണം ഫോണ്, ഇൻ്റർനെറ്റ് കണക്റ്റായ TV, ലാപ്ടോപ്പ് എല്ലാം എനിക്ക് ചെറുപ്പകാലം മുതലേ സ്വന്തമായിട്ടുണ്ട്. ആരും അതിൽ ഇടപെടില്ല, നോക്കില്ല. അതുകൊണ്ട് എന്ത് സെർച്ച് ചെയ്ത് കാണാം. ധാരാളം പേരുമായിട്ട് ഞാൻ ചാറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് പല ഉത്സവ പ്രവർത്തനങ്ങൾക്കും ഞാനും കലർന്നു ചേർന്നിട്ടുണ്ട്. എനിക്കതൊക്കെ ഇഷ്ടവുമാണ്. പിന്നെ കോളേജിലും ഒക്കെ എനിക്ക് ലൈനും ഉണ്ടായിരുന്നു. സീരിയസ് ആയിട്ടൊന്നുമില്ല. സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോൾ അവരുടെ കൂടെ ചുമ്മാ ചുറ്റി നടക്കാൻ ഒരു മോഹം, അവരോട് ഒട്ടിപ്പറ്റി നിന്ന് കഴിഞ്ഞാൽ ഒരു രസം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അസ്ഥിയിൽ പിടിച്ച സ്നേഹബന്ധങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. പക്ഷേ മാഡം, ഫസ്റ്റ് ഇയർ ആയിക്കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴില്ലേ ശരിക്കും എൻ്റെ പുറകെ ഒരു ചെക്കൻ വരാൻ തുടങ്ങി. അവനോട് എനിക്കെന്തോ വല്ലാത്തൊരു ആകാംക്ഷ തോന്നി. വെറുതെ കോഫി കുടിച്ച് നടക്കുന്നതിനേക്കാൾ കൂടുതൽ അവനുമായി ഇഴുകിച്ചേരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതിന് കാരണം എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞത്, അവന് നല്ല ഫീച്ചേഴ്സ് ഉണ്ട്, അവനെ ഭർത്താവാക്കാൻ കൊള്ളാം. അതുമാത്രമല്ല ചില ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും ഏത് പെണ്ണും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നതിനേക്കാളൊക്കെ മികച്ചതായിരിക്കുമെന്ന് അവൾ പറഞ്ഞപ്പോൾ എനിക്കും ഒരാകാംക്ഷ തോന്നി.
കാര്യം അവൾ ഒരളവുകാരിയാണ്. അളന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവൾക്ക് തെറ്റില്ല. കാര്യം ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ളൊരു പെൺകുട്ടിയാണ്. പണ്ട് തൊട്ടേ എനിക്ക് അത്രയുമൊന്നും എക്സ്പീരിയൻസ് ഇല്ല, പക്ഷേ ഇൻ്റർനെറ്റിലും മറ്റും കാഴ്ച എക്സ്പീരിയൻസ് എനിക്ക് വളരെ കൂടുതലുമാണ്. എനിക്കതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ പ്രേമം മണ്ണാകട്ട ഇതൊന്നും എൻ്റെ മനസ്സിലേക്ക് കുടിയേറിയിട്ടുമില്ല. ഇവനോട് എനിക്ക് നല്ല സ്നേഹമായിരുന്നു. ഭാഗ്യത്തിന് അവൻ എൻ്റെ പുറകെ നടക്കുകയാണല്ലോ. ആദ്യമൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറുന്ന പോലെ ഭാവിച്ചു, ഇത്തിരി വിലയിടണ്ടേ. അങ്ങനെ പുറകെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് നടക്കണം എന്നുള്ള രീതിയിലാക്കി. അപ്പോൾ അവനതിനെല്ലാം തയ്യാറാണ്. എൻ്റെ അടിമ പോലൊരു ആണിനെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ സൗഭാഗ്യം മനസ്സിലായത്. നമ്മൾ പറഞ്ഞത് എല്ലാം അനുസരിക്കുന്ന ഒരാണും. പക്ഷേ എൻ്റെ കൂട്ടുകാർ എന്നോട് പറഞ്ഞത് ഇതൊക്കെ പ്രേമിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്കൊന്നും ഇങ്ങനെ ആയിരിക്കില്ല, നമ്മളെ ഭരിക്കാനും ചട്ടം പഠിപ്പിക്കാനൊക്കെ ശ്രമിക്കുമെന്നും ഒരു കുട്ടിയായി കഴിഞ്ഞാൽ നമ്മളെ ഇട്ട് വട്ട് തട്ടുമെന്നും അവൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ ഓർത്തത്, കല്യാണം കഴിക്കണമെന്ന് ഇവനോട് തോന്നുന്നുണ്ടെങ്കിലും അത് വേണ്ട. കല്യാണത്തിന് മുമ്പ് തന്നെ കല്യാണത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഒന്ന് അനുഭവിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ ഇവരെങ്ങനെ നിൽക്കുമെന്ന്. സേഫായിട്ടുള്ള സിറ്റുവേഷൻസ് എനിക്കുണ്ട് താനും. കാരണം അച്ഛനും അമ്മയും താഴെയാണ്. പുറകിൽ കൂടി അവനെ മുകളിലേക്ക് കയറ്റാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഒരു പ്രശ്നവുമില്ല. മേളിൽ എന്ത് നടന്നാലും താഴെ ആരും വരുമെന്നും തോന്നില്ല. എന്നെ അങ്ങനെ ഒരു കണ്ണുകൊണ്ട് കാണുമെന്നോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നോ എനിക്ക് തോന്നുന്നില്ല. റിസ്ക് ആണെങ്കിലും അത് പരീക്ഷിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനാണ് എൻ്റെ വീട്ടിലുള്ളത്. അവിടെ കൊണ്ടുവന്ന് ബൈക്കോ കാറോ ഒക്കെ പുറകുവച്ച് നിർത്തിയെന്ന് പറഞ്ഞാലും ഈസി ആയിട്ട് കയറിപ്പോരാം. അങ്ങനെയുള്ളപ്പോൾ എന്തുകൊണ്ട് ഞാൻ കല്യാണം വരെ കാത്തിരിക്കണം? ഇവനെ എന്തിന് കല്യാണം കഴിക്കണം? ഇവൻ എൻ്റെ ഭർത്താവായിട്ട് വന്ന് ഇവൻ്റെ ഇടി ഞാനെന്തിന് കൊള്ളണം? അതിനു മുമ്പേ ഞങ്ങൾ തമ്മിൽ ഒരു ദ്വന്ദ്വ യുദ്ധത്തിന് ഏർപ്പെട്ട് നോക്കാം. അപ്പോൾ അറിയാമല്ലോ അവൻ്റെ വീറും വാശിയും കരുത്തും എങ്ങനെ പോകുമെന്ന്. ഇവിടെയും ഞാൻ പറയുന്നതനുസരിക്കുന്ന എൻ്റെ അടിമയായി പോകുകയാണെങ്കിൽ ഈ അടിമക്കണ്ണിനെ പിന്നെങ്ങാണ് ഭർത്താവാക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അവൻ അടുത്തടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവനോട് പതുക്കെ പറഞ്ഞു, രാത്രി എൻ്റെ വീട്ടിൽ വരാമോ എന്ന്. ഇത്തിരി പേടിച്ചെങ്കിലും അവൻ സമ്മതിച്ചു. ഞാൻ ഒരു സേഫ് ഡേറ്റ് നോക്കിയിട്ടാണ് അവനെ വിളിച്ചത്. കാര്യം കുഴപ്പങ്ങളൊന്നും പറ്റരുതല്ലോ. പിന്നെ അവനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ഇതിൽ എനിക്കുണ്ടെന്നാണ് എൻ്റെ മനോഭാവം. കാര്യം ഞാനാണല്ലോ 24 മണിക്കൂറും ഇത്തരം ചിത്രങ്ങളും വീഡിയോകളും കണ്ട് എൻ്റെ മനസ്സ് നിറച്ചവൾ. അതിൻ്റെ എക്സ്പീരിയൻസ് എന്തായാലും അവനേക്കാൾ കൂടുതലായിരിക്കും. എൻ്റെ അത്രയും സ്വാതന്ത്ര്യം അവന് പോലും വീട്ടിനുള്ളിൽ കാണില്ല എന്ന് ഞാൻ ഓർത്തു. അവനോട് ഞാൻ ഇതേപ്പറ്റിയൊന്നും സംസാരിച്ചില്ല. വെറുതെ വന്ന് സംസാരിച്ചിട്ട് പോയാൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ എങ്കിലും ആളൊരുത്തൻ രാത്രി മുറിയിൽ വന്നു കഴിഞ്ഞാൽ വെറുതെ സംസാരിച്ചിരുന്നാൽ പോരല്ലോ, ബാക്കിയും വേണമല്ലോ. അത് അവനും അറിയാം, എനിക്കും അറിയാം. എന്തായാലും അവൻ രാത്രി 12 മണിയായപ്പോഴാണ് വന്നത്. ഞാനാണെങ്കിൽ അടുക്കള വശത്തോട്ടിറങ്ങി അവന് വഴി കാണിച്ചു. എന്നിട്ട് ഞാനാണെങ്കിൽ ഇങ്ങി പോരുകയും ചെയ്തു. കാരണം ഞങ്ങളുടെ വീടിൻ്റെ പിന്നിൽ കൂടെ മുകളിലേക്ക് കയറാവുന്നേ ഉള്ളൂ മാഡം. അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. എന്തിനാണ് നിർമ്മിച്ചതെന്ന് എനിക്കറിയില്ല. നിർമ്മിച്ച അച്ഛനോട് ഞാൻ നന്ദി പറഞ്ഞു. രഹസ്യമായിട്ട് അവനെ മുറിയിൽ കൊണ്ടുവന്നു. അവൻ എന്നെ ചേർത്തണച്ചു. ഞാൻ പറഞ്ഞു, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, സേഫ് ആയിരിക്കണമെന്ന് പറഞ്ഞു. അവനപ്പോൾ പോക്കറ്റിൽ നിന്നും ഒരു പാക്കറ്റ് എടുത്ത് കാണിച്ചു. ഞാൻ പറഞ്ഞു, അത് വേണം, തൽക്കാലം ഞാൻ സൂക്ഷിച്ചോളാം, ഇന്ന് വേണ്ട, ഇന്ന് എൻ്റെ സേഫ് ഡേറ്റ് ആണെന്ന് പറഞ്ഞു. എന്തായാലും വന്നവനെ ഞാൻ വെറുതെ വിട്ടില്ല. പിന്നെ അവനെ മുൻകൈ എടുക്കാനും ഞാൻ സമ്മതിച്ചില്ല. കാര്യം അവിടെ മേൽക്കോയ്മ എടുക്കേണ്ടത് ഞാനാണ്. എനിക്ക് ഒരടിമയാണ് ആവശ്യം. ആദ്യം തന്നെ ഞാൻ അവനോട് പറഞ്ഞത് എനിക്ക് തെളിനീർ തടാകം തേവുന്നതാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അവന് സന്തോഷമായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. എൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവനെ കൊണ്ട് മുന്നോട്ട് പായിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. കുതിരയെ നിയന്ത്രിക്കുന്നത് കുതിരയുടെ മുകളിലിരിക്കുന്ന ആളല്ലേ, അല്ലാതെ കുതിരയല്ലല്ലോ. ആ കടിഞ്ഞാൻ നമ്മുടെ കയ്യിലാണ്. പുരുഷൻ്റെ കടിഞ്ഞാൻ സ്ത്രീയുടെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീക്ക് പരമാനന്ദമാണ്. അതിന് പകരം പുരുഷൻ സ്ത്രീയുടെ കടിഞ്ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സ്ത്രീക്ക് എപ്പോഴും പ്രശ്നമാണ്. ഇവിടെ എനിക്ക് വേണ്ടത് എന്താണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് അവനെ ഗൈഡ് ചെയ്യാൻ ഞാനൊരു ഗൈഡിനെ പോലെ മുന്നോട്ട് പോയി. ചെക്കന് ഒരു കുഴപ്പമില്ല. എന്നോടുള്ള സ്നേഹാധിക്യം മൂലം ഞാൻ പറഞ്ഞതെല്ലാം അവൻ അനുസരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യ ദിവസവും അവൻ്റെ സംഭവമായതുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു ടൈമിംഗ് അവനിൽ നിന്ന് കിട്ടിയില്ല. അതിന് ഞാൻ അവനെ വഴക്ക് പറയുകയും ചെയ്തു. അവൻ പറഞ്ഞു, ഇനി ശരിയാക്കിക്കൊള്ളാമെന്ന്. എന്തായാലും സേഫായിട്ട് അവനെ ഞാൻ ഇറക്കി വിടുകയും ചെയ്തു. ചെക്കൻ വലിയ പണമുള്ള വീട്ടിലെ ആൾ തന്നെയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ ഒരു വട്ടം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞാലും വലിയ കുഴപ്പമില്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ ആലോചിക്കുകയും ചെയ്തു. പിന്നീട് ആഴ്ചയിലൊരിക്കൽ അവൻ വരാൻ തുടങ്ങി. സേഫായുള്ള ഡേറ്റുകളിൽ ഞാൻ അവനെ എല്ലാം
ഫ്രീ ആയി അനുവദിക്കും. അല്ലാത്ത ദിവസങ്ങളിൽ അവൻ കൊണ്ടുവന്നത് ഞാൻ അവനെ അണിയിക്കും. എൻ്റെ ഇഷ്ടങ്ങൾ നടത്തിയെടുക്കുമ്പോൾ അബദ്ധങ്ങളൊന്നും സംഭവിക്കരുത്. അതിനുവേണ്ടി എല്ലാ മുൻകരുതലുകളും ഞാൻ എടുത്തിരുന്നു മാഡം. എല്ലാം ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്യുമായിരുന്നു. അങ്ങനെ അവൻ ആഴ്ചയിൽ ഓരോ ദിവസം വരാൻ തുടങ്ങി. പിന്നീട് എനിക്കില്ലേ ഇളക്കൊക്കെ കൂടി. ആ സമയത്ത് ഞാൻ പലപ്പോഴും അവനെ വിളിക്കും. അവൻ വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവനോട് പറയും, വയ്യായെങ്കിൽ വേറെ ഇഷ്ടം പോലെ ചെക്കന്മാരുണ്ട്. എൻ്റെ അച്ഛൻ ജിമ്മ് നടത്തുന്നുണ്ട്, അവിടുത്തെ ആൾക്കാരെ അറിയാമല്ലോ എന്ന് ചോദിക്കും. അത് കേൾക്കുമ്പോഴേക്കും അവന് പേടിയാണ്. നീ അവിവേകമൊന്നും കാണിക്കരുത്, ഞാൻ എങ്ങനെയെങ്കിലും വന്നോളാം എന്ന് പറയും. എനിക്കാണെങ്കിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. എങ്കിലും ആഗ്രഹങ്ങൾ ചോദിക്കുമ്പോൾ കാമകന് നിഷേധിക്കാവോ മാഡം? അവൻ നമ്മുടെ കാഴ്ചോട്ടിൽ വരണ്ടേ? അതുകൊണ്ട് ഞാൻ വിളിക്കുമ്പോൾ തന്നെ അവൻ വരുമായിരുന്നു. വന്നില്ലെങ്കിൽ അവന് പലവിധ ശിക്ഷാരീതികളും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഭാഗ്യത്തിന് 1-2 ദിവസം മാത്രമേ അവനോട് വഴക്കുണ്ടാക്കേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ അവൻ അനുസരണയുള്ള ഒരു പഞ്ചാര കുട്ടപ്പനായിരുന്നു. കാര്യങ്ങൾ ഞാൻ വിചാരിച്ച രീതിയിൽ ആരും അറിയാതെ നന്നായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ദിവസം അവനെ ഞാൻ മതിലിനവിടെ കൊണ്ടുപോയി തിരിച്ചു വരുന്ന സമയത്ത് എൻ്റെ മുഖത്തേക്ക് ടോർച്ചടിച്ചത് എനിക്ക് മനസ്സിലായി അച്ഛനാണെന്ന്. അവൻ മതിലിരിക്കുകയായിരുന്നു. അവൻ്റെ മുഖത്തേക്കും ടോർച്ച് പതിഞ്ഞു. അവൻ പെട്ടെന്ന് അപ്പുറത്തേക്ക് ചാടി പേടിച്ച് ബൈക്കുമെടുത്ത് പോവുകയും ചെയ്തു. ഞാനാണെങ്കിൽ അച്ഛൻ്റെ ബലിഷ്ടമായ കാര്യങ്ങളിൽ പെട്ട് നിൽക്കുകയാണ്. എന്നോട് അച്ഛൻ ചോദിച്ചു, സത്യം പറയടി, ആരാവനെന്ന്. എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. പേടികൊണ്ട് എന്നെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവസാനം ഞാൻ ധൈര്യം സംഭരിച്ചു പറഞ്ഞു, ഞാൻ സ്നേഹിക്കുന്ന ആളാണെന്ന്. സ്നേഹിക്കുന്നവനെ ഇങ്ങനെയാണോടി വീട്ടിൽ വിളിച്ചു വരുത്തുന്നത്? പാതിരാത്രിക്ക് നിനക്ക് നാണമില്ലേടി? എന്തെങ്കിലും കയ്യബദ്ധം സംഭവിച്ചു പോയാൽ അല്ലെങ്കിൽ നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും നിന്റെ സ്ഥിതി? ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ കുറ്റക്കാരിയാണ്, സമ്മതിച്ചു. പക്ഷേ അച്ഛൻ ജിമ്മിലെ പെണ്ണുങ്ങളുടെ കൂടെയൊക്കെ പല രീതിയിലുമുള്ള ബന്ധമുണ്ടെന്നാണല്ലോ അമ്മ പറഞ്ഞത്. അമ്മ 24 മണിക്കൂറും അച്ഛനോട് വഴക്കാണല്ലോ. അച്ഛൻ കാണിക്കുന്നതൊക്കെ ശരിയാണ്, ഞാൻ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് തെറ്റ്. ഞാൻ പക്ഷേ ഒരാളെ മാത്രമേ സ്വീകരിച്ചുള്ളൂ. അത് ഞാൻ കെട്ടാൻ പോകുന്ന ആളാണ്. അയാൾ കല്യാണത്തിന് മുമ്പ് വന്നു വെച്ചിട്ട് ഒന്നും സംഭവിക്കാനില്ല എന്ന് ഞാൻ വാദിച്ചു. അച്ഛൻ എന്നെയും കൊണ്ട് എൻ്റെ മുറിയിൽ പോയി. കതക് ചേർത്തടച്ചിട്ട് അച്ഛൻ എന്നെ ഉപദേശിച്ചു, എടി നിന്റെ അമ്മ വെറുതെ പറയുന്നതാണ്. ഞാൻ ജിമ്മിലൊക്കെ പോയി സുന്ദരനായി നടക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അതിനുവേണ്ടി ഓരോ പെണ്ണുങ്ങളുടെ പേര് ചേർത്ത് എന്നെ പറയുകയാണ്. എന്താണ് അച്ഛനും അമ്മയും ഇത്രയാകുന്നത്? നിങ്ങൾ ശരിക്കും നല്ല സ്നേഹമുള്ള ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ഇങ്ങനെ സംശയം ഉണ്ടാകേണ്ടതില്ലല്ലോ. രണ്ടുപേരും തമ്മിൽ സ്നേഹത്തോട് കഴിഞ്ഞു പോകേണ്ടതല്ലേ? നിങ്ങൾ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളും രഹസ്യങ്ങളും അകൽച്ചയുമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പാച്ചൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. നീ എന്താ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ട് ഞങ്ങൾക്കെതിരെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടാണോ അന്യൊരു പുരുഷനെ വിളിച്ച് വീട്ടിൽ കയറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതല്ല, എനിക്ക് അവനെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടേതായ സമയം വേണമെന്ന് എനിക്ക് തോന്നി, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ സേഫായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുവന്നത്. എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ഒരബദ്ധവും സംഭവിക്കില്ല. അബദ്ധം സംഭവിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ തുനിഞ്ഞിറങ്ങുന്നില്ല. എന്തായാലും നിങ്ങൾ രണ്ടുപേരെക്കാളും സ്നേഹമുള്ള ആൾക്കാരാണ് ഞാനും അവനും എന്ന് പറഞ്ഞു. അച്ഛൻ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൊട്ടിത്തെറിച്ചു. എടി, ഈ പ്രായത്തിൽ ഇത് പാടില്ല, ഇത് തെറ്റാണെന്ന് നിനക്കറിയില്ലേ? ഇതുവരെ നിന്നെ കൈ ഉയർത്തി ഞാൻ അടിച്ചിട്ടില്ല. നീ ഇനി എൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അടി വാങ്ങിയാലും ഇല്ലെങ്കിലും അവനെ ആയിരിക്കും ഞാൻ പ്രേമിക്കുക, കല്യാണം കഴിക്കുക. എവിടെടി അവൻ? ആരാണ്? അവൻ്റെ ഫോട്ടോ നീ ഒന്ന് കാണിച്ചേ. ഏത് വീട്ടിലെയാണ്, എവിടത്തെയാണ്? എന്നോട് പറ. നല്ല കുടുംബത്തിലാണെങ്കിൽ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, അച്ഛൻ അവനെ കണ്ടുപിടിച്ച് വഴക്കുണ്ടാക്കാനല്ലെന്ന്. അപ്പോൾ അച്ഛൻ എന്നോട് ചേർന്നിരുന്ന് എൻ്റെ തലമുടിയിലൊക്കെ തലോടിയിട്ട് പറഞ്ഞു, പ്ലീസ് മോളെ, അവൻ ആരാണെന്ന് പറ. നമ്മുടെ ജാതിയാണോ അതോ അവൻ നമുക്ക് ചേർന്ന ആളാണോ? ഒന്ന് പറ, അവൻ്റെ മുഖം ഒന്ന് കാണിക്കേ, ഞാൻ ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവൻ്റെ ഒറ്റ ഫോട്ടോ കാണിച്ചു കൊടുത്തു, അവനെങ്ങനെ നിൽക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പപ്പ പിന്നെയും ചൂടായി. ഛേ, ഇവന് നിൻ്റെ ഭർത്താവാകാനുള്ള സൗന്ദര്യമില്ലടി, ഇവൻ്റെ ബോഡി നോക്ക്, തളാപൊളാന്നിരിക്കുകയാണ്. ഇവനെയാണോ നീ വിളിച്ചു വരുത്തുന്നത്? എന്താവശ്യത്തിന്? ഞാൻ പറഞ്ഞു, അവൻ്റെ പുറകെ നടന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അവന് നല്ല മുഖസൗന്ദര്യമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. വേറെ ഒരു കാര്യത്തിലും ഒരു കുഴപ്പമില്ലെന്നും അപ്പം അച്ഛനോട് ചേർന്ന് നിന്നിട്ട് പറഞ്ഞു, എടീ, അതൊക്കെ ഒരു പ്രായത്തിൽ വെറുതെ തോന്നുന്നതാണ്. ഇവനെ കൊണ്ട് വലിയ ഗുണം ഉണ്ടാകാൻ തോന്നുന്നില്ല. ഇവൻ കുറേ നാൾ കഴിയുമ്പോഴേക്കും പൊണ്ണത്തടിയിലാകും. മുഖത്ത് മാത്രം ഇത്തിരി സൗന്ദര്യവും തൊലിവെളുപ്പും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ദീർഘകാലത്തേക്ക് അവൻ നിനക്ക് ഉപകരിക്കില്ല. ഇപ്പം തന്നെ അവൻ സ്റ്റാമിന കുറവുള്ളവനായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അച്ഛൻ എന്തൊക്കെയാണ് പറഞ്ഞത്? അങ്ങനെ അച്ഛൻ എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, എടി മോളെ, അച്ഛൻ ഈ ആരോഗ്യപരമായ കാര്യങ്ങളിലും ജിമ്മിലുമൊക്കെ എത്ര വർഷമായി പരിചയമുള്ള ആളാണ്. ഇവനെ കണ്ടാൽ അറിയാം, അത്ര പുത്തള തവളാച്ചി. ഇവൻ
പെട്ടെന്ന് തന്നെ ഫീൽഡ് ഔട്ട് ആകുന്ന ഒരുത്തനാണ്. സത്യം പറയടി, നീ അവൻ വലിയൊരാളാണെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ കൂട്ടുകാരി പറഞ്ഞത് ഇവൻ നല്ലവനാണ്, അത് മാത്രമല്ല ഇവനൊരു കരുത്തനാണ് എന്നൊക്കെ പറഞ്ഞു എന്ന്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പൊട്ടിച്ചിരിച്ചു എൻ്റെ അച്ഛൻ. എന്നിട്ട് പറഞ്ഞു, എടി നിനക്കൊന്നും അറിയില്ല, അവൻ്റെ തൊഴിലെളുപ്പും അവൻ്റെ മുഖസൗന്ദര്യം കണ്ടു കഴിഞ്ഞപ്പോൾ നിൻ്റെ കൂട്ടുകാരി പറഞ്ഞു അങ്ങനെയാണെന്ന്. അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. ഇവനൊരു പൂത്തക്കോടനാടി, ഇവൻ ജിമ്മിലൊക്കെ പോകുന്നുണ്ടച്ചാ. ആ, ജിമ്മിലൊന്നും പോയിട്ടൊരു കാര്യമില്ല മോളെ, ഇതൊന്നുമല്ല ഒരാണിൻ്റെ ദേഹം, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ഒരാണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ ജിമ്മിൽ പോകുന്നവർ മാത്രമേ ഉള്ളൂ ആണുങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, എടി നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല, ഇപ്പം തന്നെ അവനിൽ ചില കുറവുകൾ നീ കണ്ടെത്തി കാണും. സത്യമായിട്ട് എൻ്റെ മുഖത്ത് നോക്കി എന്നോട് പറ, ശരിക്കും അവന് നീ ആഗ്രഹിക്കുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ടോ? അച്ഛനാണെന്നുള്ള കാര്യം നീ അങ്ങ് മറക്ക്, എന്നിട്ട് ഫ്രണ്ടായിട്ട് എന്നോട് പറമോളെ എന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അവനിത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന്. ടൈമിൻ്റെ പ്രശ്നങ്ങളല്ലേ മോളെന്ന് അച്ഛൻ ഇങ്ങോട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആണെന്ന്, പക്ഷേ ഞാൻ പറയുന്ന എന്ത് കാര്യങ്ങളും അവൻ അനുസരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പിന്നെ എന്നോട് പറഞ്ഞു, ആ അതങ്ങനെയാണ്, ഇവന് യാതൊരു കഴിവുമില്ല, അതുകൊണ്ട് അവൻ നിന്നെ അനുസരിക്കും. പക്ഷേ അത് നല്ല കാര്യമാണ് അനുസരണമുള്ള ഭർത്താവിനെ കിട്ടുക. എന്നാലും ഇവൻ ആ കാറ്റഗറി പെടുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ, നിനക്ക് ഭാവിയിൽ ഉപകരിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് ഞാൻ വേറൊരുത്തനെ കല്യാണം കഴിച്ചോളാം, അത് പ്രശ്നമില്ല, ഇപ്പോൾ തൽക്കാലം അവൻ എൻ്റെ കാമുകനായിട്ടിരുന്നോട്ടെ. അച്ഛൻ ചുമ്മാ പെണ്ണുങ്ങളോട് കറങ്ങി നടക്കുകയല്ലേ അമ്മയെ വിഷമിപ്പിച്ചിട്ട്, എന്നിട്ട് എന്നെ ഉപദേശിക്കാൻ വന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. അച്ഛൻ അപ്പോൾ പിന്നെയും ചൂടായി, എടി എനിക്കൊരു പെണ്ണുങ്ങളുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നോട് ഞാൻ പറഞ്ഞതല്ലേ, പിന്നെ പിന്നെ പറയണോ? നിൻ്റെ അമ്മ പറഞ്ഞത് കേട്ടിട്ട് നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പുള്ളിക്കാരൻ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അമ്മയോടിന്ന് പറയുമെന്ന് ഉറപ്പാണ്. രണ്ടുപേരും കേരിയും ബാബാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ വന്ന് എന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞു. നിനക്ക് നാണമില്ലടി, നീ ഇങ്ങനെയാണോ? എന്താ നീ കാണിക്കുന്നത്? സ്വന്തം വീട്ടിലേക്ക് ഒരുത്തരെ വിളിച്ച് കയറ്റുകയോ? ദൈവമേ, ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അമ്മയുടെ വക ഒരു ഉപദേശം ഉണ്ടായിരുന്നു. ഞാനൊന്നും മിണ്ടിയില്ല. പിറ്റേ ദിവസം മുതൽ അച്ഛൻ പുതിയൊരു പരീക്ഷണം ചെയ്തു. രാത്രി 10-12 മണിയാകുമ്പോഴേക്കും എൻ്റെ എതിർവശത്താണല്ലോ എൻ്റെ സഹോദരൻ്റെ റൂം, അവിടെ വന്ന് അച്ഛൻ കിടക്കും, അച്ഛനില്ലാത്തപ്പോൾ അമ്മ കിടക്കും. അങ്ങനെയാണ്. ഞാനിനി ആരെയും വിളിച്ചു വരുത്തരുത്, എനിക്ക് കാവലായിട്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ദീർഘകാല സ്വപ്ന പദ്ധതി പൊളിഞ്ഞു മാഡം. രാത്രി അവനുമായി ഫോണിൽ സംസാരിക്കുക മാത്രമായി എൻ്റെ ശ്രമം. അത് പക്ഷേ എങ്ങും എത്താത്തൊരു സംഭാഷണമായിരുന്നു. അവന് അതിനു മാത്രമുള്ള കഴിവുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നെനിക്ക് മനസ്സിലായി. എല്ലാം ഞാൻ പ്രതീക്ഷിച്ച പോലെ അല്ല നടക്കുന്നത്. അവന് ചില കുഴപ്പങ്ങളുണ്ടെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി. ഒരു ദിവസം രാത്രി അച്ഛൻ കഥയിൽ വന്ന് മുട്ടി. എന്താടി, അവനോട്ടാണ് സംസാരിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞ ആണെങ്കിൽ ഫോൺ സംഭാഷണം മാത്രമാണെങ്കിൽ ഇവിടെ ആർക്കും പ്രശ്നമില്ല. ഇനി CCTV വീണ്ടും പുറകിൽ വെക്കുകയാണ്. അവനെ ഈ കോമ്പൗണ്ടിൽ കയറ്റാൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. അപ്പം എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് ആകെക്കൂടി ഒരു മ്ലാനതയുണ്ടല്ലോ, കാര്യങ്ങളൊന്നും നടക്കാത്തതുകൊണ്ട് വല്ലാത്ത ദുഃഖമായിരിക്കുമല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, ദുഃഖം ഉണ്ടെങ്കിൽ ഞാനങ്ങ് കടിച്ചു പിടിച്ച് സഹിച്ചോളാം. അച്ഛന് പാടുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എടി നിനക്ക് ഈ ചെറുപ്രായത്തിലെ ഇത്ര ഇൻട്രസ്റ്റ് ഇങ്ങനൊരു കാര്യത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഭാവിയിൽ ബുദ്ധിമുട്ടാണ്. എന്ത് ബുദ്ധിമുട്ട്? എടി, ചിലപ്പോൾ ഭർത്താവിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ തോന്നുകയില്ല, പല ബന്ധങ്ങളും ഉണ്ടാകും, അപ്പോൾ ജീവിതക്കുളമാകുന്നു. ഞാൻ പറഞ്ഞു ഇതന്നെയല്ല അച്ഛനും കാണിക്കുന്നത്, പല പെണ്ണുങ്ങളുമായിട്ടും ഇൻട്രസ്റ്റ് ഉണ്ട്, അങ്ങനെ അമ്മയുമായിട്ട് വഴക്ക് എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പിന്നെയും എന്നോട് ദേഷ്യപ്പെട്ടു. എടി, അങ്ങനെയൊന്നുമില്ലെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് അന്യ സ്ത്രീകളുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വിശ്വസിക്കാൻ പ്രയാസമാണെന്ന്. അപ്പോൾ അച്ഛൻ ചോദിച്ചു, വിശ്വസിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, വിശ്വരൂപം വല്ലതും കാണിക്കണോ എന്ന് ചോദിച്ചു. ഞാനൊന്നും മിണ്ടിയില്ല. പെട്ടെന്ന് അച്ഛൻ എന്നെ ചേർത്ത് പിടിച്ചു, മുത്തങ്ങൾ കൊണ്ട് മൂടി. എനിക്ക് പെട്ടെന്ന് ഒന്നും മനസ്സിലായില്ല. വാത്സല്യമാണോ അതിനപ്പുറമുള്ള കടന്നുകയറ്റമാണോ എന്നൊന്നും എനിക്കറിയില്ല. അച്ഛൻ എന്തായി കാണിക്കുന്നേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ മാഡം, നിനക്ക് ആവശ്യമുള്ളത് മാത്രമാണ് അച്ഛൻ്റെ പക്കൽ ഉള്ളതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇത്തിരി മൽപ്പിടുത്തമൊക്കെ നടത്തി. എനിക്ക് പക്ഷേ എന്തോ കുറച്ചുകൂടി ബലമായ കരുത്തുറ്റ കൈകളിലുള്ള ചില ലാളനങ്ങൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അത്
തെറ്റാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെങ്കിലും ശീലിച്ച് പാലിച്ചു പോന്ന ഒരു കാര്യം നിന്നിരിക്കുന്നത് കൊണ്ട് ആകാംക്ഷയും ആഗ്രഹവും കൊണ്ട് ഞാൻ മൂടിയിരിക്കുകയായിരുന്നു. അതിൻ്റെ സമയത്ത് അച്ഛൻ ഇങ്ങനെയൊരു സ്റ്റിമുലേഷൻ എടുത്ത് പുറത്തിട്ടപ്പോൾ എനിക്കൊരിക്കലും അത് തടയാൻ പറ്റിയില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രതിഷേധങ്ങൾ സന്തോഷ ആരവങ്ങളായിട്ട് മാറി. എനിക്ക് വഴി തുറന്നു കൊടുക്കാൻ ഒരു തടസ്സവുമില്ലായിരുന്നു. അദ്ദേഹം എന്നോട് ചോദിച്ചു, ഇനിയിപ്പോൾ നിനക്ക് ആ കാമുകനെ ആവശ്യമുണ്ടോ? അവനെ ശരിക്കും നീ എന്തിനാണ് ഇവിടെ വിളിച്ചു വരുത്തിയത്? കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ മോൾക്ക് ഇൻട്രസ്റ്റ് കൂടുതലാണ്. അവൻ നമുക്ക് വേണ്ട, മോൾക്ക് വേണ്ട ഒരു സുന്ദര കുട്ടപ്പനെ അച്ഛൻ തന്നെ കണ്ടുപിടിച്ച് തരും എന്ന് പറഞ്ഞു. എനിക്ക് ഒന്നും പറയാൻ വായ തുറക്കാനുള്ള അനുമതിയില്ലാത്ത വിധം എൻ്റെ മനസ്സ് അദ്ദേഹത്തിന് അടിമപ്പെട്ടു പോയിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ പപ്പ പറഞ്ഞത് കറക്റ്റാണെന്ന് എനിക്ക് മനസ്സിലായി. വന്നവൻ വേസ്റ്റായിരുന്നു. പപ്പ അതിലും ഇരട്ടി എന്ന് പറയാൻ പറ്റില്ല, 1000 ഇരട്ടി മധുരമായിരുന്നു എന്ന് എനിക്ക് പ്രവേശന കവാടത്തിൽ കൂടി കടന്നു വന്ന് കൊടുങ്കാറ്റേറ്റപ്പോഴേ എനിക്ക് മനസ്സിലായി. പിന്നെ ഒരു കാര്യം തെളിവായി മുന്നിൽ നിറയുകയായിരുന്നു. എൻ്റെ കാമുകൻ ശുദ്ധ വേസ്റ്റാണ്. ഇതൊക്കെ എക്സ്പീരിയൻസിൻ്റെ അങ്ങേയറ്റമാണ്. മണിക്കൂറുകൾ എൻ്റെ കൂടെ മുന്നോട്ട് പോയാലും ഓടിത്തളരാത്ത എൻ്റെ പൊന്നച്ഛൻ എവിടെ ഇരിക്കുന്നു? എൻ്റെ കാമുകൻ എവിടെ ഇരിക്കുന്നു? അതുമാത്രമല്ല, ഫീച്ചേഴ്സ് ആണല്ലോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും നല്ല ഫീച്ചേഴ്സ് നമ്മളെ ആകർഷിക്കുമല്ലോ മാഡം. അന്നത്തെ രാത്രിയിലെ പ്രളയജലത്തിൽ മുങ്ങിയുയർന്ന ഞാൻ പിറ്റേ ദിവസം തന്നെ എൻ്റെ കാമുകനെ ഒഴിവാക്കി മാഡം. പിന്നീട് എനിക്ക് പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും അച്ഛൻ എനിക്കൊരു കൂട്ടായി. എല്ലാം കഴിഞ്ഞ് എനിക്ക് ജോലിയൊക്കെ കഴിയുമ്പോഴേക്കും ഏറ്റവും സുന്ദരനായ ഒരാളെ എനിക്ക് ഏൽപ്പിച്ചു തരാമെന്നാണ് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. അതുവരെ ഞങ്ങൾ മാത്രമെന്ന് എന്നെക്കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് മാഡം മുന്നോട്ട് പോകുന്നത്. എൻ്റെ അമ്മയ്ക്കൊന്നും ഇതുവരെ അറിയില്ല. എനിക്ക് കാവൽ വരികയാണെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. മാഡം, ഈ പോക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാകുമെന്ന് എനിക്കൊരു പിടിയുമില്ല. എൻ്റെ മനസ്സ് പൂർണ്ണമായും അദ്ദേഹത്തിൽ ലയിച്ചിരിക്കുകയാണ്. ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ല. എനിക്ക് അറിയാം പ്രശ്നമാണെന്ന്, എങ്കിലും ഇപ്പോൾ ഒന്നിനും പറ്റാത്ത അവസ്ഥയാണ് മാഡം. എൻ്റെ അവസ്ഥ മാഡം ഒന്ന് വിശകലനം ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വിശകലനം ചെയ്യാൻ മാത്രം ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ അച്ഛൻ ഇത്തിരി തരികടയല്ലേ എന്നെനിക്ക് തോന്നുന്നു. കാര്യം ഒരു അച്ഛനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചൂഷണങ്ങൾക്ക് ശ്രമിക്കില്ല. മകളെ തിരുത്തിയെടുക്കാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. അവിടെ അയാളുടെ സ്വഭാവം പ്രതിഫലിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ അമ്മ സംശയിക്കുന്നത് ശരിയാണ്. കാര്യം അങ്ങേരെ ഞങ്ങളുടെ സൗന്ദര്യത്തിലും ശരീരത്തിലും ഒക്കെ മതി മറന്ന് പല ബന്ധങ്ങളും ഉണ്ടാക്കി നടക്കുന്ന ഒരാളായിരിക്കാം എന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങില്ല. പിന്നെ നിങ്ങൾ വിഘടന വിഷ്ണുലോകം കിട്ടാതിരുന്നത് വേറെ ഇരട്ടിയായി കിട്ടി എന്ന് കരുതി ഇതൊക്കെ ഒരു നല്ല ട്രാക്കാണെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സുന്ദരനായ സിനിമാറിനെ പോലെ ഒരാളെ കൊണ്ടുത്തരാമത്രേ. അതുവരെ പപ്പ മതിയത്. അയ്യോ, എന്താ ഇത്? ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വഴിവിട്ട മനസ്ഥിതിയുള്ള ആൾക്കാരുടെ ഓരോരോ ന്യായീകരണങ്ങളാണ്. നിങ്ങളും അതേ സ്വഭാവമാണ്. അയാളുടെ മകളല്ലേ? അതേ ഉള്ളൂ. അല്ലാതെ ഇതിനെയൊന്നും ന്യായീകരിക്കാൻ എനിക്ക് പറ്റില്ല. ഇത്തരം ബന്ധങ്ങൾ ഒരിക്കലും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ പറയുന്നൊരു കാര്യം, ഭാവിയിൽ നല്ല സുന്ദരനായ ഒരുത്തിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്ന്. അവൻ്റെ ഗതികളെന്ന് ഓർത്ത് നോക്കണേ. വേറൊരാളെ ഈസിയായിട്ട് ചതിക്കാം എന്ന് പറയുന്നൊരു ബന്ധം, അതൊക്കെ എന്താണ്? ഇതിപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് പറയാം. എങ്കിൽ കൂടിയും മറ്റൊരാളെ വഞ്ചിക്കണം ഭാവിയിൽ എന്ന് പറഞ്ഞത് ഒട്ടും നല്ലതല്ല. നിങ്ങൾ തമ്മിൽ എന്തിഷ്ടവുമാകാം. അതിപ്പോൾ കേൾക്കുന്നവർക്ക് ഇഷ്ടമാകാതിരിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. എന്നാലും ഇതിലെ ഉദ്ദേശശുദ്ധിയൊന്നും അത്ര നന്നായിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ട് ഇതിനെ ഞാൻ അനുകൂലിക്കുന്നില്ല. പതുക്കെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്മാറി നല്ലൊരു മകളായി മാറണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഒരാളെ ഭാവിയിൽ ചതിക്കുക എന്നുള്ള രീതിയിൽ നടക്കുന്നത് ഒട്ടും നല്ല കാര്യമല്ല.